അഖില ആദ്യം നീ നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ല നിന്റെ വീട്ടിൽ പോവാൻ. ആ എന്നിട്ടോ എന്റെ കൊച്ച, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും കൂടെ തലേ കയറി തില്ലാനെ കളിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളിയുടെ നമ്പർ അയച്ചു തരാം. നീ പുള്ളിനെ വിളിച്ച് ഒരു ഡിവോഴ്സ് കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും. ഡിവോഴ്സിനൊക്കെ പേടിക്കണം എന്തിനാ? ഇനിയിപ്പോ നിനക്ക് വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കാം. പിന്നെ അല്ലാതെ എനിക്ക് എന്റെ സുഹൃത്തിന്റെ കാര്യം നോക്കിയാലേ പറ്റത്തുള്ളൂ. ആ അത് നീ കരച്ചിൽ നിർത്ത്, എന്നിട്ട് അത് നീ നിന്റെ വീട്ടിൽ പോ. ശരി, ഓക്കെ, ഞാൻ നമ്പർ ഇപ്പൊ തന്നെ അയച്ചു തരാം. ഹലോ, കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. ഇത് വലിയൊരു വള്ളിയായി തീരും. ഈ കൊച്ചിന്റെ ഒരു കാര്യം എത്ര പറഞ്ഞിട്ട് ഈ കൊച്ചിനെന്താ മനസ്സിലാവാത്തെ? ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കുടുംബകാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? അവരുടെ സാഹചര്യം എന്തോന്ന് നമുക്കറിയാവോ? അമ്മൂമ്മ അവര് ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ അമ്മൂമ്മ? ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. തന്നെ മാറൂ, തന്നെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് അവരുടെ കാര്യം ഡീൽ ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ചേച്ചി നമ്മുടെ വീട്ടിലെ വിഷയത്തിനേക്കാളും വലിയ വിഷയമായിട്ടാണ് അത് ഇപ്പൊ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. ഒന്നാമതേ ഫുഡ് കഴിക്കൂല, ഇതിപ്പോ മിക്കവാറും എവിടെയെങ്കിലും കുഴഞ്ഞു നോക്കൂ. டேய் லெச்சுக்கு மனசுக்கு ஏதா வருத்தம் வந்துன்னா அவ சாப்பிடவே மாட்டாடா. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വിഷമം വല്ലതും വന്നു കഴിഞ്ഞാ അല്ല കനത്തിന് തിന്നും. അത് വിഷമം വന്നില്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. ഇതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. டேய் கேசு, இந்த அகிலாவோட ஹஸ்பண்ட் வந்து தண்ணி போடுவாரா? എന്റെ അറിവില് അങ്ങനെ പുള്ളി വെള്ളം ഓടിക്കുന്നതായിട്ടൊന്നും ഇല്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തമ്മിൽ എന്നേ പ്രശ്നം ഉണ്ടാവണ്ടേ? ഇതിപ്പോ ഇപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നേ, കെട്ടിട്ട് കുറെ ആയില്ലേ. டேய் ஒருவேளை இந்த அகிலாவோட மாமியார் இருக்காங்கல்ல, அனிலோட அம்மா, இந்த பொண்ணுக்கு வேலை இல்ல பணம் இல்ல அந்த மாதிரி ஏதாவது சொல்லிருப்பாங்களோ? சில வயசானவங்க எல்லாம் அப்படிதான்டா, மனசுல என்ன வருதோ அதை அப்படியே சொல்லுவாங்க. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ എന്തേലും മിഠായി കേസ് പ്രശ്നമായിരിക്കും കനാൻഡി. അത് മാത്രമല്ല കനാൻഡി, ഈ ചില അമ്മമാർക്ക് ആമ്പിള്ളാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആമ്പിള്ളാരെ കല്യാണം കഴിച്ച് ഭാര്യമാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുമ്പോ അമ്മമാർക്ക് പിടിക്കൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ പൊസസീവ്നെസ് കാരണം ആമ്പിള്ളാരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് ഓടിക്കുവാ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വേറെ കുറെ കേസുകളുണ്ട്. ഈ കേറി വരുന്ന മരുമക്കളെ മക്കളായിട്ട് കാണൂല, മോളായിട്ട് കാണൂല. അപ്പൊ എന്ത് ചെയ്യും? അവരിതേപോലെ വീട്ടിൽ കയറാതെ അലഞ്ഞിരിഞ്ഞ് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഊരി തന്നെ നടക്കും. വീട്ടിൽ മാത്രം, അതായത് അമ്മായിമ്മയുള്ള സ്ഥലത്ത് മാത്രം വരില്ല. അതാണല്ലേ അമ്മായി ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ, ഈ അമ്മൂമ്മ അമ്മായിയെ മരുമോളെ പോലെ കാണുന്ന, മോളെ പോലെ അല്ല കാണുന്നേന്ന്. സംസാരം വഴിതിരിഞ്ഞു വന്നപ്പോഴേ മനസ്സിലായി ഇത് എന്റെ നേരെയാണെന്ന്. അതെ, വന്നു കയറുന്ന പെണ്ണെ വീട്ടിലുള്ള അമ്മായി അമ്മയെ അമ്മയായിട്ടൂടെ കാണാൻ പഠിക്കണം. അതെങ്ങനെയാ? വന്നു കയറി കഴിഞ്ഞാൽ ഉടനെ ഭർത്താവിനെയും കൊണ്ട് അങ്ങ് പോകാൻ നോക്കും. പിന്നെങ്ങനാ? ഓട്ടമ്മൂമ്മ ജീവിച്ച് പോട്ടെങ്ങനെയെങ്കിലും ഒക്കെ. അതെ, അനിലയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുണ്ടല്ലോ, അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ സോപ്പ് ഇട്ട് നിർത്താൻ നോക്കുമായിരുന്നു. എന്തിനാന്നറിയോ? അവളെ അവിടെ ഇന്ന് തട്ടി കളിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഞാനതൊക്കെ പൊളിച്ചടുക്കി. നിങ്ങൾ നോക്കിക്കോ, അനിലയുടെ മുമ്പില് അനിലും അനിലിന്റെ വീട്ടുകാരും മുട്ട കൊത്തും, ഇല്ലെങ്കിൽ ഞാൻ മുട്ട കൊത്തിക്കും. ഞാനേ അവക്ക് അഡ്വക്കേറ്റിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റിന്റെ നമ്പരോ? അപ്പൊ ചേച്ചി ഇത് ഡിവോഴ്സ് ആക്കിയിട്ടേ അടങ്ങും. ഈ കൊച്ചിന് എന്തോ ഭാവിച്ചാടാ? ഇവിടെ ഇരിക്കായിരുന്ന വന്നേ. എന്താ ചേച്ചി? എനിക്കേ നിന്റെ അടുത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത്? ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടും കേട്ടും പഠിച്ചോളണം. ജീവിതത്തില് ഒരുപാട് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ കാണും. അതിനൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടോളണം. പിന്നെ
വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ടേ കല്യാണത്തിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. ഓക്കെ ചേച്ചി, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പിന്നെ ജോലി ഒന്നും കിട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം അങ്ങോട്ട് കഴിച്ച് ആ അനുഭവത്തിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടാ. ഇനി നീ ചോദിക്കും. ഇനി ഞാൻ എന്തോ ചോദിക്കാനാ?